ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരവുമായിട്ടാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ്. പിന്നെ ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്, അതിലേറെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. കപ്പ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ, ഫ്രഷ് കപ്പ. പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങ. ഈ രണ്ട് ഐറ്റംസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഈ കപ്പ നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എൻ്റെ അടുത്ത് ഈ ചെറിയൊരു ഗ്രേറ്ററാണ് ഉള്ളത്. പിന്നെ വേറൊരു എണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാ. ഇതുപോലെ ചെറിയൊരു പോർഷനേ അതിലുള്ളൂ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വലിയ ഗ്രേറ്റർ ഉണ്ടാവും, ഈ കപ്പൊക്കെ ചെറുകാനായിട്ട് വീട്ടിൽ വലിയൊരു ഇതുണ്ടാവും. അപ്പം നമുക്കിത് ഒന്ന് ചെറുകിയെടുക്കാം. കണ്ടോ, ഇത് മാത്രമാണ് നമുക്ക് കുറച്ച് പ്രയാസമുള്ളൊരു ഭാഗം. പിന്നെ അത് എനിക്ക് എന്താന്ന് പറയുന്നത് വെച്ചാൽ ഇത് ചെറിയ ഗ്രേറ്റർ ആയതുകൊണ്ട് കേട്ടോ. പഴയ കാലത്തെ പോലത്തെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ജോലി കഴിയും. പിന്നെ ഈ ഫ്രഷ് കപ്പ വെച്ചിട്ട് ഈ ഇതുപോലെ പുട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കപ്പ ഇത് നന്നായിട്ട് ഗ്രേറ്ററിൽ ഞാൻ ഇതാ ചെറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവുക ഫൈനായിട്ട് നൂല് പോലെ ഇരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഒത്തിരി വെള്ളമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം. ഒന്നുകിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്നിച്ചിട്ടിട്ട് പിഴിഞ്ഞെടുത്താലും കൂടുതൽ എളുപ്പമാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണതാ ഇതുപോലെ. എന്നിട്ട് നമുക്കിങ്ങനെ കുടഞ്ഞ് എടുക്കാം. പിന്നെ ഇതിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം കേട്ടോ, അതിൻ്റെ കട്ട് കളയാനും പിന്നെ അത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുട്ട് ഉറപ്പായിരിക്കും, ഇത്ര സോഫ്റ്റ് കിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും. പക്ഷെ ഞാൻ ഈ കപ്പ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഇതിലേക്ക് അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയോ അല്ലെങ്കിൽ കപ്പപ്പൊടിയോ ഒക്കെ ചേർത്താലോ അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ടെക്സ്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഫ്രഷിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ആളുകളൊക്കെ ശരിക്കും പിന്നെ ഉണങ്ങിയ കപ്പപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ചെറുകിയത് റെഡിയാണ്, കപ്പ റെഡിയാണ്. പിന്നെ വാഴയില ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ടിൻ്റെ കുറ്റിയിലൊക്കെ ചെയ്യാം, പക്ഷേ ഞാനിതുപോലെ വാഴയില ഇങ്ങനെ റോളാക്കിയിട്ട് എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വാഴയിലേൻ്റെ ഒരു ഫ്ലേവറും വീട്ടും കാണാനും നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് കപ്പയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്നും കൂടി പോകരുത്, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഐറ്റംസാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കപ്പ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തേങ്ങ. അപ്പോൾ വാഴയില ഓരോന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് നമുക്കൊരു ഇർക്കിളി വെച്ചിട്ട് ഈ സൈഡിലൊക്കെ ഒന്ന് കുത്തി ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കാം കേട്ടോ. പിന്നെ ടൂത്ത് പിക്കോ എന്താ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പായിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഞാനിതാ ഇഡ്ഡലി തട്ടിലാണ് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് വലിയ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ വഴലിൻ്റെ അകത്തേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും തേങ്ങ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. അടിയിൽ തേങ്ങയൊക്കെ ഇടുമ്പോൾ പിന്നെ തേങ്ങയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഭാഗത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് ആ ഒറിജിനൽ കപ്പയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻകറിയുടെ കൂടെ ആയിക്കോട്ടെ, പിന്നെ ഇറച്ചിക്കറിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രക്കും ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കപ്പ എന്ന് പറഞ്ഞാൽ തന്നെ. പൊതുവേ എനിക്ക് ഇഷ്ടമാണ് കപ്പ കൊണ്ട് എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. പക്ഷേ എനിക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു പുട്ടാണ് കപ്പപ്പുട്ട്. കപ്പപ്പുട്ട് എന്ന് പറയുമ്പോൾ ഫ്രഷ് കപ്പയിൽ ചിരകി എടുത്തിട്ട് ഉണ്ടാക്കുന്ന പുട്ട്. അപ്പോൾ ഇത് അറിയാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ കുക്കറിലേക്കാണ് ഞാനിത് ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ കുക്കർ അടയ്ക്കുമ്പോൾ മേലെ നമ്മൾ വിസിലിടാതെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ കുക്കറിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറിയാലോ, ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. പിന്നെ ബാക്കി ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ ആക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.
പിന്നെ പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. 10 മിനിറ്റിനൊന്നും ആവശ്യമില്ല, നേരത്തെ വെച്ചത് കൊണ്ട്. ഇപ്പോൾ സ്റ്റീം ഒക്കെ വന്നതിൻ്റെ ശേഷം, വെള്ളം തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതാവും. എന്നാലും വേവ് കുറേ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് നമുക്കിനി പുറത്തെടുക്കാം. അപ്പോൾ കപ്പ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അത് എല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.